ഈവനിങ് റൊട്ടീൻ. അവിടെ നിക്കട്ടെ, എന്നിട്ട് റോഡ് ക്രോസ് ചെയ്യണേ. എവിടെ? നടക്ക് വാ. ആൾക്കാര് ഓടിക്കോ? അസ്സലാമലൈക്കും, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈവനിങ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അൺപ്ലാൻഡ് ഈവനിങ് റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനിത് എടുക്കുന്ന കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, മമ്മീനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് സാറ്റർഡേ സൺഡേസിൽ പോയി വാങ്ങിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ മമ്മി എന്നെ സ്കൂളിൽ നിന്ന് ജോബ് കഴിഞ്ഞിട്ട് മമ്മീനെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങി. അപ്പോൾ പറയണ്ടല്ലോ, ക്ലാസ്സൊക്കെ കഴിഞ്ഞാലേ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിശക്കുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതലും ഭാരതത്തിൽ പോകാനാണ് ഇഷ്ടം. അടുത്ത് ഉഴുന്നുവട കിട്ടിയ എൻ്റെ പക്ക ഞാൻ സെറ്റാണ്. അപ്പോൾ ഉഴുന്നുവട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അവിടെ തന്നെ കഴിക്കണം. പക്ഷേ അവിടെ ഞാൻ എപ്പോൾ പോകുമ്പോഴും അവിടെ ചമ്മന്തി ഉണ്ടാവില്ല. എനിക്കതാണ് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ. എനിക്ക് അവിടുത്തെ ചമ്മന്തി ഭയങ്കര ഇഷ്ടം. അവിടെ ചമ്മന്തി ഉണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ദോശ കഴിക്കും, എല്ലാം കഴിക്കും. പിന്നെ എനിക്ക് ഫുഡേ അടിപൊളിയാണ്, അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പോൾ എനിക്ക് ബാക്കി സാമ്പാറോ ചട്നിയോ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ചമ്മന്തി അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പോകുന്ന ടൈമിലൊക്കെ അവിടുത്തെ ചമ്മന്തി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എൻ്റെ പരാതിപ്പെട്ടി ഫുള്ള് ഞാൻ പോയിട്ട് അവിടെ ക്യാഷിലിരിക്കുന്ന ഒരു അങ്കിളും അതേപോലെ തന്നെ അവിടെ ക്യാഷിൽ 2 പേര് ഇരിക്കാറുണ്ട്. ഒരു അങ്കിളും ഇരിക്കാറുണ്ട്, പിന്നെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു അച്ഛനും ഇരിക്കാറുണ്ട്. അപ്പോൾ ഇവരോട് 2 പേരോട് ഞാൻ എപ്പോഴും കംപ്ലയിൻറ്റ് പറയാറുണ്ട് കേട്ടോ. നമ്മൾ കുറേ നല്ല കമ്പനി കേട്ടോ, കുറേ വർഷങ്ങളായിട്ട് പോകുന്നതല്ലേ, അപ്പോൾ നല്ല കമ്പനിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അങ്കിളിനോട് പറയും, നിങ്ങളുടെ അവിടെ എപ്പോൾ വന്നാലും ചമ്മന്തി കിട്ടില്ല. അപ്പോൾ എന്നോട് പറയും, നേരത്തെ വരണേ എന്നാലും ചമ്മന്തിയൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ അങ്ങനെ ചമ്മന്തി കിട്ടിയില്ലെങ്കിലും സാരില്ല ഉഴുന്നോടെ മതി എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അത് കഴിച്ചു. അപ്പം ഞാൻ അവിടെ ചെല്ലുന്ന ടൈമിൽ ബില്ല് കൊടുക്കുന്ന ടൈമിൽ അവിടെ ഒരാൾ ഭയങ്കര ബിസിയിലാണ് കേട്ടോ, ഫോണിലിങ്ങനെ കളിച്ചിരിക്കുന്നുണ്ട്. അപ്പം എന്നെ കണ്ടില്ല. പിന്നെ കണ്ടപ്പോൾ അവിടെ ഇപ്പോൾ ഒരു റിയാക്ഷൻ വരും ഫേസിൽ കേട്ടോ. അപ്പോൾ ഇനി സത്യം പറയാം കേട്ടോ, ഇനി ഞാനായിട്ട് കുറയ്ക്കുന്നില്ല. മൂപ്പർ എന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എടി നീ വ്ളോഗ് എടുക്കുകയാണോ, ഇനി വരുമ്പോൾ പറയട്ടെ, വ്ളോഗ് എടുക്കുമ്പോൾ ഞാൻ പൗഡറൊക്കെ ഇട്ടിട്ട് വരാം കേട്ടോ എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കമ്പനിയാണ്. കാരണം നമ്മൾ സ്ഥിരം ഒട്ടുമിക്ക ദിവസം അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്കിങ്ങനെ ടൗണിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് വിശക്കുമല്ലോ, പ്രത്യേകിച്ച് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ കയറാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് നേരെ ബെല്ലാമരിയിൽ പോയി. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് എനിക്ക് വാങ്ങിക്കണമായിരുന്നു, പിന്നെ എൻ്റെ ഐലൈനർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഷുഗറിൻ്റെ ബ്രാൻഡാട്ടോ വാങ്ങിച്ചത്. എനിക്ക് ഷുഗറിൻ്റെ ഇഷ്ടമാണ്, ലിപ്സ്റ്റിക് ആയാലും ഐലൈനർ ആയാലും ഭയങ്കര ഇഷ്ടമാണ്. ഷുഗറിൻ്റെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ മേക്കപ്പിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. ഡാൻസ് മേക്കപ്പ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്, പക്ഷേ അല്ലാതെ ഇങ്ങനെ മേക്കപ്പിനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ എനിക്ക് ലിപ്സ്റ്റിക്കും ഐലൈനറും മസ്റ്റാണ്. ഐലൈനർ ഇല്ലെങ്കിലും ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്. ഞാൻ കുറേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് കഴിഞ്ഞ് ഞാനിങ്ങനെ അപ്പം തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഒട്ടും പറ്റില്ല കേട്ടോ. എവിടെ പോയാലും എൻ്റെ സത്യം പറയാലോ, സ്കൂളിൽ പോകുമ്പോഴടക്കം എൻ്റെ പോക്കറ്റിൽ ലിപ്സ്റ്റിക്ക് ഉണ്ടാവും. ഞാൻ എല്ലാ ബ്രേക്കിനും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് പോയാൽ ഞാൻ വേഗം പോയിടാറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, എനിക്ക് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞ ഒരുമാതിരി ഭയങ്കര ഒരു ക്രേസാണ് ലിപ്സ്റ്റിക്കിനോട്. അവിടെ ചെന്നിട്ടുള്ള കോമഡി എന്താ അറിയോ, റെഡ് ഷെയ്ഡാണ് സെലക്ട് ചെയ്തത്. അതും അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും, ഞാൻ ഇപ്പോൾ ഇടുന്ന ഷെയ്ഡ് റെഡാണ്. ഞാൻ എന്നിട്ട്
ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക റെഡ് ഷെയ്ഡ് നോക്കുമ്പോൾ എല്ലാം റെഡാണല്ലോ. അപ്പോൾ ഞാൻ എന്നിട്ട് മമ്മിയോട് ചോദിക്കാം, മമ്മി ഏതെടുക്കുക. അപ്പോൾ അവിടെ നിൽക്കുന്ന ചേച്ചി പറഞ്ഞു, മോളെ ഇതെല്ലാം ഒരേ കളറല്ലേ, നീ ഏതെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. കാരണം എന്താ അറിയോ, ടെസ്റ്ററാന്ന് വെച്ചാൽ ഞാനത് നല്ലോണം മുതലെടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഇടുക റിമൂവ് ഒക്കെ കണ്ടില്ല, ഇത് തന്നെയാണ്. അപ്പം ചേച്ചിക്ക് പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം ക്ഷമയുള്ളതുകൊണ്ട് ചേച്ചി കുറേ പ്രാവശ്യം ഇട്ട് തരുമൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾ എന്തുതന്നെയായാലും നമുക്ക് ഒരു തൃപ്തി വേണ്ട ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ വെറുതെ പോയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യും. ചിലപ്പോൾ ഇട്ടത് തന്നെയായിരിക്കും 2 പ്രാവശ്യം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ആ ചേച്ചിക്ക് പിന്നെ കുഴപ്പമില്ലാത്തതുകൊണ്ട് സീനില്ല കേട്ടോ. കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള കാരണം എന്താ പറയുക, റെഡിൽ തന്നെ കുറേ ഷെയ്ഡ് വരുന്നത്, അതായത് പിങ്കി ഷെയ്ഡ്, അതേപോലെ തന്നെ എന്താ പറയുക, ഒന്നും കൂടി ഡാർക്ക് റെഡ്, ബെറി റെഡ്, അങ്ങനെ കുറേ റെഡ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഡൗട്ടാവും ഏതെടുക്കേണ്ടതെന്ന്. എനിക്ക് വേറെയും കുറേ ഷെയ്ഡ്സ് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ന്യൂഡ് യൂസ് ചെയ്യാറില്ല, കാരണം എനിക്കത് തീരെ ചേരില്ല കേട്ടോ. എനിക്കിങ്ങനെ ഡാൻസ് കളിക്കണമെന്നാ തോന്നുന്നു, എനിക്കിങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കണം, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ റെഡ് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വീണ്ടും മമ്മീനെ കൊടുന്ന് കാണിക്കും, മമ്മി എങ്ങനെയുണ്ട്. അവസാനം മമ്മി അച്ഛൻ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുന്നതായിട്ടോ. കാരണം ഇത് കണ്ടില്ല, ഇതാ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പിന്നെ ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി നമുക്ക് ഓൾറെഡി അറിയാം, ഞാൻ ഇവിടെ പോകാറുണ്ട്, ഈ ഷോപ്പിൽ പോകാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് വരാറില്ല. അപ്പോൾ ചേച്ചിക്ക് എന്നെ നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഒന്നും പറയില്ല, അങ്ങനെ ഇതായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ഓണേഴ്സിനായിട്ടും നമ്മൾ ഭയങ്കര കമ്പനിയാണ്. കാരണം കുഞ്ഞുനാളിലേ തൊട്ട് നമ്മളിവിടെ മരിയ റോസില്ലേ അവിടെയാണ് പോകാറില്ല. പിന്നെ ഇവിടെ പുതിയ ഷോപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ബെല്ല മരിയ. അപ്പോൾ ഇവിടെ 2 ഷോപ്പിലും നമ്മൾ മാറി കയറാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ഓണേഴ്സിനായിട്ടും നമ്മൾ ഭയങ്കര കമ്പനിയാണ്. ആൻറ്റി അങ്കിളാണ്, 2 പേരായിട്ടും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിനായിട്ട് നമ്മൾ നല്ല കണക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തു ഞാൻ. പിന്നെ ഐലൈനറായാലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് എടുത്തത്. നമ്മളൊരു കാര്യമുണ്ട് കേട്ടോ, മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മളത് നന്നായിട്ട് ടെസ്റ്റ് ചെയ്യണം. കാരണം വീട്ടിൽ വന്നിട്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ്, ഞാൻ നല്ലോണം സെലക്ട് ചെയ്തിട്ടേ വാങ്ങിക്കുള്ളൂ. അപ്പോൾ വരുന്ന വഴിക്ക് അവിടെ എന്തോ കാർത്തിക അങ്ങനെ എന്തോ ആണ് പറയുക തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഹിന്ദുസിൻ്റെ എന്തോ ഒരു ഫെസ്റ്റിവൽ അല്ലേ, എന്താ സംഭവം, മകരവിളക്ക്, കാർത്തിക അല്ല അല്ലേ, സോറി മകരവിളക്ക്, സോറി തെറ്റി പറഞ്ഞത്, എനിക്ക് അറിയില്ല. കാരണം തിരുവാതിര, കാർത്തിക അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ, കാർത്തിക ഇല്ലേ, ഇല്ലേ, തിരുവാതിര, കാർത്തിക അങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അയ്യപ്പൻ്റെ എന്തോ സംഭവമാണ് മകരവിളക്ക് അല്ലേ, അയ്യപ്പൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ലേ. ഓക്കെ, അപ്പം എനിക്കറിയാം. അപ്പം എനിക്കറിയാത്തതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഫുൾ പൊട്ടത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സോറി, ക്ഷമിക്ക്. ഓക്കെ, അപ്പോൾ വടക്കുന്നാഥൻ്റെ നല്ല വ്യൂ കണ്ടപ്പോൾ എടുത്തു. ഇത് വീഡിയോയിൽ എത്രത്തോളം അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല, നേരിട്ട് കാണണം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ റാൻസി തസിൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.